വേഷം കെട്ടി വന്നാ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോടി നീ? മാഡം, മാഡം, ഞാനിപ്പോ വിളിക്കാം. എന്താ മോളി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറിനെ പരിശോധിക്കാൻ വന്ന ആ ഡോക്ടർ മീനാക്ഷിയുടെ മുറിയിലുണ്ട്. കുഞ്ഞിനെ പറ്റിയും ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയും അവര് പറയുന്നത് ഞാൻ കേട്ടു. അച്ഛനെ നോക്കാൻ വേണ്ടി ഡോക്ടറായിട്ട് വന്നിരിക്കുക. നമുക്ക് രക്ഷപ്പെടാം. സച്ചേട്ടനും ഗിരീഷ് നമ്പ്യാരും ഒക്കെ പുറത്തുണ്ട്. അവരൊന്നും കാണാതെ നീ കുഞ്ഞെവിടെയാന്ന് നോക്ക്. വേഗം കുഞ്ഞിനെ കണ്ടെത്ത്. ആ സമയത്ത് ഞാൻ പോയി സച്ചേട്ടനെ മറ്റും കൂട്ടിക്കൊണ്ടിങ്ങി വരാം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി അവിടെ തന്നെ വേണോന്ന്. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചൂടുവെള്ളം ചോദിച്ചതുകൊണ്ടാ ഞാൻ അടുക്കളയിലേക്ക് പോയത്. ചൂടുവെള്ളം? ദേ, ഞാൻ ഭയക്കുന്ന പോലെ എന്തേലും സംഭവിച്ച വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ. ഇവിടെ കിടക്കട്ടെ. ഇതാണ് കഠിന തടവ്. 3-4 ദിവസം കഴിയുമ്പോ കടലിലോ കായലിലോ തള്ളം. അവൾ അഭ്യാസവും കൊണ്ട് കേറി വന്നത് കടുവാക്കൂട്ടിലേക്കാ. ഒരു ഡോക്ടർ. വന്ന് കേറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞിനെ എന്ത് ചെയ്യും? അതാ അടുത്ത പ്രശ്നം. മീനാക്ഷി സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞിനെ ഇവിടെ സൂക്ഷിക്കുന്നത് എന്തായാലും ആപത്താ. കുഞ്ഞിനെ കിട്ടിയ അവള് ബഹളം ഉണ്ടാക്കി രക്ഷപ്പെടും. അതൊരു വലിയ പ്രശ്നമാവും. കുട്ടിയെ കിട്ടാതിരുന്ന അവൾ ഒരിക്കലും പോവില്ല. മീനാക്ഷി സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞ് ഇവിടെയുള്ളത് അപകടം. ഡോക്ടർ വേഷം കെട്ടിവന്ന് ഇവളുടെ വാല് പിടിച്ച് ആരെങ്കിലും ഇവിടെ വന്ന് മീനാക്ഷിയെ രക്ഷിക്കാൻ ശ്രമിച്ചാലും കുഞ്ഞൊപ്പമില്ലാതെ മീനാക്ഷി പോകാൻ തയ്യാറാവില്ല. അപ്പോ എന്താ ചെയ്യേണ്ടത്? മീനാക്ഷിയുടെ കയ്യെത്താ ദൂരത്തിലേക്ക് കുഞ്ഞിനെ മാറ്റണം. മീനാക്ഷി മാത്രമല്ല, ആരും പെട്ടെന്ന് കേറി ചെല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന്. അതായത് ഇപ്പൊ തന്നെ കുഞ്ഞിനെ മാറ്റണം. മീനാക്ഷിയും കുഞ്ഞും ഒരിടത്തുള്ളത് എപ്പോഴായാലും അപകടം തന്നെയാണ്. അവര് രണ്ടിടത്തായാലേ കുഞ്ഞിനെ വെച്ച് വിലപേശാനാകും. ഡോക്ടർ വേഷം കെട്ടി ഇവള് വന്നതുപോലെ ഇനിയും മീനാക്ഷിയെ രക്ഷിക്കാൻ ആരെങ്കിലും ഇവിടെ വന്നുന്നിരിക്കും.
അതുകൊണ്ട് ഇപ്പൊ തന്നെ കുഞ്ഞുമായിട്ട് നീ പോണം. ഉം. പോകേണ്ട സ്ഥലം ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന്. ആ ഡോക്ടർ വന്ന കാറാ ഇത്. ഡ്രൈവറോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് വന്നാലും ശരി, ഞാൻ പറഞ്ഞെടുത്ത് കുഞ്ഞിനെ എത്തിച്ചിരിക്കണം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. എന്നാ ചെല്ല്, സുരക്ഷിതമായി അവിടെ എത്തിയിട്ട് വിളിക്ക്. ശരി. ആ ഡോക്ടർ എവിടെ? ഡോക്ടർ പോയല്ലോ. ദാ ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. മീനാക്ഷിയുടെ കുഞ്ഞോ? മീനാക്ഷിയുടെ കുഞ്ഞോ? ഹ്, അതിന് മീനാക്ഷി പ്രസവിച്ചിട്ടില്ലല്ലോ. മറ്റാരുടെയോ ഒരു കുഞ്ഞിനെ അവൾ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഇവിടെ അല്ലല്ലോ ഉള്ളത്, ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്താ, ആ കുഞ്ഞിനെ അച്ഛൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ആ കൊച്ചിന്റെ കാര്യം ഞാനോ അച്ഛനോ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് ചെമ്പകമംഗലത്തിലെ കുഞ്ഞല്ലേ, അപ്പോ അത് അവിടെ തന്നെ കാണും. നീ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. കൈവിട്ട കളികൾ കളിക്കുമ്പോ അത് ആരോടാണെന്നും പിന്നീടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ കുറിച്ചും നീ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. അങ്ങനെ കൈവിട്ട കളികൾ കളിക്കുമ്പോ മറ്റ് ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർക്കാനേ പാടില്ലല്ലോ അച്ഛാ. മാധവ മന്ദിരത്തിലെ ഈ നിൽക്കുന്ന മാധവ നമ്പ്യാർ എന്ന എന്റെ അച്ഛന് ഞാനുൾപ്പെടെ മക്കള് 3. അതിലിപ്പോ 2 പേര് ജീവിച്ചിരിപ്പില്ല. അതിന് കാരണക്കാരായവർ ചെമ്പകമംഗലത്തുള്ളവരാ. ഉണ്ടായിരുന്ന ഒരു ആൺതരി ഉൾപ്പെടെ 2 ജീവനുകൾ അവരെടുത്തത്. അങ്ങനെ വരുമ്പോ ഞാനല്ല, എന്റെ ഈ നിൽക്കുന്ന അച്ഛനാ പ്രതികാരവുമായി മുന്നിട്ടിറങ്ങേണ്ടത്. അച്ഛൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാ ഞാൻ മുന്നിൽ നിന്ന് പോരാടുന്നത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി പകയുമായിട്ട് നടന്നിട്ട് എന്താ കാര്യം? അതിന് എനിക്ക് പകയാണെന്ന് അച്ഛനോട് ആരാ പറഞ്ഞ്? പകയല്ല, തിരിച്ചറിവ. കാർത്തിക് എന്ന് പറയുന്നവൻ എന്റെ സഹോദരന്റെ മകനായിരിക്കും. അവന്റെ രക്തത്തിൽ കൂടുതൽ കലർന്നിരിക്കുന്നത് ചെമ്പകമംഗലത്തുള്ളവർ കുത്തിവെച്ചിരിക്കുന്ന വിഷവാ. അതുകൊണ്ട് ഞാൻ അവനെ മുന്നേ തള്ളിക്കളഞ്ഞു. പക്ഷെ മീനാക്ഷി, അവൾക്കെവിടെയോ അച്ഛന്റെ മകളുടെ, അതായത് എന്റെ അനുജത്തി മാധുരിയുടെ നന്മകൾ അവളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ ചെമ്പകമംഗലത്തെ നന്ദിനിയുടെ വളർത്തുമകളായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്കൊരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുക്കാൻ ഞാനുണ്ട്. അങ്ങനെ സ്നേഹം കൊടുത്തും വാങ്ങിയും മീനാക്ഷി ജീവിക്കേണ്ടത് ഇവിടെയാ. അവളെ നീ എത്ര അധികം സ്നേഹിച്ചാലും അവൾ ഇവിടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാധുരിയുടെ സ്നേഹം ഒരിക്കലും നിനക്ക് കൊടുക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയല്ലേ എപ്പോഴും വലുത്. അത് ഞാൻ അംഗീകരിച്ചു തരാം. അത് ഞാൻ അംഗീകരിക്കുന്ന പോലെ തന്നെ മൈഥിലിയുടെ കുഞ്ഞിന് ഒരിക്കലും മീനാക്ഷി അമ്മയാവില്ല എന്ന സത്യം കൂടി അച്ഛൻ അംഗീകരിക്കണം. വല്ലവരുടെയും കുഞ്ഞിന്റെ പോറ്റമ്മയായി ജീവിത അവസാനം വരെ ചെമ്പകമംഗലത്തെ മരുമകളായി നിന്ന് അവിടുത്തെ കുഞ്ഞിനെ പ്രസവിച്ച് ജീവിക്കേണ്ടവളല്ല മീനാക്ഷി. ഞാൻ പറയുന്ന ആളെ മീനാക്ഷി വിവാഹം കഴിക്കണം. അതിലുണ്ടാവുന്ന ആദ്യത്തെ കുഞ്ഞ് അതാ മാധവ മന്ദിരത്തിലെ അനന്തരാവകാശി. അച്ഛന് നല്ല സംശയമുണ്ടല്ലേ ഇതൊക്കെ നടക്കൂന്ന്? എന്നാൽ അത് വേണ്ട. ഞാൻ പറഞ്ഞതൊക്കെ നടത്തിയെടുക്കാനുള്ള സാമർഥ്യം ഇന്ദ്രജിക്കുണ്ട്. ഒരാവശ്യവും ഇല്ലാത്ത, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പശ്ചാത്താപം
അച്ഛന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. ഈ പശ്ചാത്താപം അവസാനം കൊണ്ട് എത്തിക്കുന്നത് ഈ കുടുംബത്തിന്റെ നാശത്തിലേക്കായിരിക്കും. അച്ഛന്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഞാനിപ്പോ പറഞ്ഞതൊന്നും അച്ഛന്റെ മനസ്സിലിരിക്കില്ലെന്ന്. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയാ അച്ഛന് തോന്നും ഇതൊക്കെ ആരോടെങ്കിലും പറയണമെന്ന്. അങ്ങനെ തോന്നിയാലും അതിനുള്ള വഴികൾ അടയ്ക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാനിപ്പോ അച്ഛനോട് പറഞ്ഞു. ഇനി ഇക്കാര്യം മറ്റാരും അറിയുകയും ചെയ്യരുത്. ആരെയാണോ ഞാൻ ഇതൊക്കെ ഒളിക്കുന്നത് അവരുടെയൊക്കെ നമ്പറുണ്ട് അച്ഛന്റെ ഈ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിൽ. ചിലപ്പോഴേ അച്ഛന് തോന്നിയാലോ അവരെയൊക്കെ അറിയിക്കണോന്ന്. അതുകൊണ്ട് തൽക്കാലം ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ക്ഷമിക്കണോ അച്ഛാ? ഇത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, വേറെ വഴിയില്ലാഞ്ഞിട്ട. ഇങ്ങനെ എന്റെ മുന്നിൽ നിശബ്ദനായിരിക്കേണ്ട ആളല്ല എന്റെ അച്ഛൻ. 2 മക്കളെ കൊന്നവരോടുള്ള പക അതാവണം അച്ഛന്റെ മനസ്സ് മുഴുവൻ. അച്ഛന്റെ ഈ നിശബ്ദതയാ എന്നെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. മക്കളെ അച്ഛൻ മറന്നാലും കൂടപ്പിറപ്പുകളെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എന്റെ നിശബ്ദതയുടെ കാരണം 3 മക്കളിൽ 2 പേര് പോയി. ഇനിയുള്ള ഒരെണ്ണം നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാ. എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞാലും നീ ചെയ്യുന്നത് അന്യായം തന്നെയാണ്. അങ്ങനെ അന്യായം ചെയ്യുന്നവർക്കെതിരായി ഒരവതാരമുണ്ടാകാറുണ്ട് എപ്പോഴും. നന്മയ്ക്ക് മുന്നിൽ തിന്മയ്ക്ക് നിലനിൽപ്പില്ല എന്ന് ഇനിയെങ്കിലും എന്റെ മകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മാധവൻ നമ്പ്യാരെന്ന എന്റെ ശേഷിക്കുന്ന പെൺതരിയുടെ നാശമാകും അത്. ഓർത്തു വച്ചോ നീ. നല്ലൊരു ഉദ്യമത്തിനായതുകൊണ്ട് ചില എത്തിക്സുകൾ നമ്മൾ മറക്കുമല്ലോ. അതിനായി ഒരു കൊച്ചു കണ്ണടയ്ക്കൽ മറക്കില്ല ഡോക്ടർ. ആരാ? ഞാനൊരു ഡോക്ടറാ ഇവിടുന്ന് വിളിച്ചിട്ട് വന്നത്. വെയിറ്റ്. ഇത് ഡോക്ടറുടെ ഒഫീഷ്യൽ കാറാണോ? ആ അതെ. പിന്നെ
അകത്ത് ഡോക്ടർ അല്പം തിരക്കിലും വരാൻ ഇത്തിരി വൈകും. എനിക്ക് ഒരു ഉപകാരം ചെയ്യോ? ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുഞ്ഞിനെയും ചേച്ചിയും ഒരു സ്ഥലത്തോട്ടാക്കാവോ? ഡോക്ടർക്ക് ഞാൻ മറ്റൊരു ടാക്സി അറേഞ്ച് ചെയ്യാം. ശരി, താങ്ക്സ്. മോളെ ഒന്ന് അടങ്ങിയിരിക്കൂ കൊച്ചേ. ദേ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഒന്ന് അടങ്ങിയിരിക്ക. ഞാൻ എങ്ങോട്ടായി കാർ ഓടിച്ച് പോകുന്നേ? മാഡം പറഞ്ഞ സ്ഥലത്തേക്ക് വിട്ടെ. മേഡം പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പോകുന്നത്. ഈ വഴി ചെന്ന് PK റോഡിലേക്ക് കയറി ശാസ്ത്ര റോഡ് കടന്ന് അവിടേക്ക് പോകാൻ ഒരു കുറുക്ക് വഴിയുണ്ട്. അത് വളരെ എളുപ്പമാണ്. അടങ്ങിയിരിക്കൂ കൊച്ചേ. ഒന്ന് വേഗം പോടോ. താനത് ഏത് വഴിയാ പോകുന്നേ? ഞാൻ ശരിയായ വഴിക്ക് തന്നെ മേഡം പോകുന്നത്. എടോ വിട്ടുപോയിക്കോ, നിർത്തരുത്. യോ എൻ്റെ പൊന്നു മേഡം, നിർത്താതിരിക്കുന്ന നിയമലംഘനോ? തന്നോട് വിട്ടു പോകാനല്ലേ പറഞ്ഞത്? അങ്ങനല്ല മേഡം, ഒരു പ്രയോജനവും ഇല്ല. ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്ന ഡ്രൈവറല്ല. അതുമാത്രമല്ല, ഇതെൻ്റെ ചോറാണ് മേഡം. കൈ കാണിച്ചാൽ ഞാൻ നിർത്തും. ഇയാളുടെ ഒരു കാര്യം. എടോ ഒന്ന് വേഗം പോ. ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങാൻ. കൊച്ചിനെ കൊടുക്ക. അയ്യോ കുഞ്ഞ്, ഇങ്ങോട്ടടറി കൊച്ചിനെ. ഞാൻ തരില്ല. ഓഹോ, ഇങ്ങോട്ട് തരാൻ. കൊടുക്ക, ഇങ്ങോട്ട് തരാൻ. ഇനി കൊടുക്കാലോ. താടി ഇങ്ങോട്ട്. സാർ ദേ കുഞ്ഞ്. മാഡം, കുഞ്ഞിനെയും കൊടുക്ക്. അയ്യോ അതെന്റെ കുഞ്ഞാ. ആരുടെ കുഞ്ഞ്? ഉണ്ടോ നിക്കടി. പിടിച്ചവളെ വണ്ടി കയറ്റി. നടക്കടി അങ്ങോട്ട്. നടക്കാൻ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മേഡം. യു വെൽക്കം. മോനെ സച്ചി, മീനാക്ഷി അർച്ചനയും. ദൈവമൊന്നും പേടിക്കാതെ, എനിക്കൊരല്പം പണി കൂടെ ബാക്കിയുണ്ട്.